സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന നേരം മഹാനരായ സയ്യിദുന ആദം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രകാലവും ഞാൻ ജീവിച്ചത്, ഇത്രയും കാലം ഞാൻ കഴിഞ്ഞുകൂടിയത് സന്തോഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും ഭവനമായ സ്വർഗത്തിലായിരുന്നല്ലോ. ഇത്രകാലം നീ എനിക്ക് അവസരം നൽകിയത് മനോഹരമായ സ്വർഗത്തിലായിരുന്നല്ലോ. എന്നാൽ നീ എന്നെ പറഞ്ഞയക്കാൻ പോകുന്ന ഭൂമി അത് പരീക്ഷണങ്ങളുടെ ഇടമാണല്ലോ. വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളെ ഞാൻ അവിടെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ എന്ന് സയ്യിദുന നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഭൂമി ലോകം പരീക്ഷണങ്ങളുടെ ലോകമാണ്. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് ഭൂമിയിലെ സൃഷ്ടികൾ പരീക്ഷിക്കപ്പെടുന്ന ഇടമാണ് ഭൂമി എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പ്രത്യേകമായി അവന്റെ ഖലീഫയായി നിയോഗിച്ച മഹാനായ സയ്യിദുന നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിന്റെ ചോദ്യം വരുന്നത്, അല്ലാഹുവേ, നീ എന്നെ പരീക്ഷണങ്ങളുടെ ലോകത്തേക്ക് പറഞ്ഞുവിടുകയാണോ? നീ എന്നെ സ്വർഗത്തിന്റെ ഈ വിധാനങ്ങളിൽ നിന്ന്, ഉദ്യാനങ്ങളിൽ നിന്ന്, ആരാമങ്ങളിൽ നിന്ന് നീ പറഞ്ഞയക്കുന്നത് രക്തച്ചൊരിച്ചിലുകളുടെ, പകയുടെ, വിദ്വേഷത്തിന്റെ, പോരാട്ടത്തിന്റെ, പരസ്പരം മനുഷ്യൻ അവന്റെ വീറും വാശിയും അവന്റെ എല്ലാ തരത്തിലുമുള്ള അക്രമങ്ങളുടെയും ലോകമാകുന്ന, അതുപോലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങൾ ഉടലെടുത്തു വരുന്ന ഭൂമിയിലേക്കാണോ എന്നായിരുന്നു സയ്യിദുന നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇവിടെ ശാശ്വതമായ ഒരു ജീവിതത്തിന്റെ ഇടമല്ല. പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വിവിധങ്ങളായ ഭാഗങ്ങളിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സംഭവിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നേതാവിന് ധാരാളം പരീക്ഷണങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നതും പട്ടിണി കൊണ്ട്, അതുപോലെ ഭയം കൊണ്ട്, അതുപോലെ നിങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊല ചെയ്യപ്പെടുന്നതുകൊണ്ട്, അവരിൽ നിന്നുള്ള അംഗബലം കുറയുന്നതുകൊണ്ട്, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും വലിയ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പരിശുദ്ധ റമളാനിന്റെ ഇടയിലാണ് ലോകത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയും വിവിധങ്ങളായ രാജ്യങ്ങൾ അതിൽ പങ്കുചേരുകയും അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇന്ന് വളരെ വ്യക്തമായി അറിയാം, യുദ്ധം തുടങ്ങുന്ന സമയത്ത് വളരെ ലാഘവത്തോടുകൂടിയാണ് നമ്മൾ പലരും അതിന്റെ വാർത്തകൾ വായിച്ചിരുന്നത്. കാരണം നമ്മുടെ കൊച്ചിയിൽ നിന്ന്, നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന്, നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരികളിൽ നിന്നെല്ലാം ഒരുപാട് അകലെയാണ് യുദ്ധം നടക്കുന്ന ഇറാനും ടെഹ്റാനും അതുപോലെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളും എല്ലാം. നമ്മുടെ ആശ്വാസം അങ്ങനെ പലതുമായിരുന്നല്ലോ. ഒരുപാട് ദൂരത്തുള്ള രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നു, ഒരുപാട് ദൂരെയുള്ള പ്രദേശങ്ങളിൽ ഏതൊക്കെയോ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, അതിന്റെ അനന്തര ഫലങ്ങൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ അടുക്കളകളും അതിന്റെ പ്രതിസന്ധികളെ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് ലോകമെത്തിപ്പെടുകയാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധം നടന്നാൽ നമുക്കെന്താണ് പ്രശ്നമുണ്ടാവുക, നമുക്കെന്താണ് പ്രയാസമുണ്ടാവുക എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ആളുകളുണ്ട്. ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ അനുഭവിക്കേണ്ടി വരും. ഉക്രൈനിൽ യുദ്ധം നടക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തെ പ്രിന്റഡ് മാഗസിനുകൾക്ക്, പത്രങ്ങൾക്ക്, അതുപോലെ പ്രിന്റഡ് പേപ്പറുകൾക്ക്, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പേപ്പറുകൾക്കെല്ലാം വില കൂടുന്നത്. കാരണം അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകൾ വരാനുള്ളത് അവിടെ നിന്നായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇന്ന് നാം വലിയ ഒരു പ്രതിസന്ധിയുടെ മുന്നിലാണുള്ളത്.
നമ്മുടെ രാജ്യത്തേക്ക് പാചകവാതകം എത്തേണ്ട ഇടങ്ങൾ, അതുപോലെ നമ്മുടെ രാജ്യത്തേക്കുള്ള വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ കടന്നു വരേണ്ട ഇടങ്ങൾ, ആ ഇടങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ നിന്നെല്ലാമുള്ള ചരക്കു നീക്കങ്ങൾ നിലച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ മേഖലകളും സ്തംഭിക്കുകയാണ്. നമ്മുടെ അടുക്കളകൾ മാത്രമല്ല, നിങ്ങളൊന്ന് പരതി നോക്കൂ, പരിസരത്തുള്ള വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെയുള്ള പല കമ്പനികളിലും പ്രൊഡക്ഷനുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ട്. ടൈൽ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ എപ്പോഴേ നിർത്തിക്കഴിഞ്ഞു. നിലവിലുള്ള സ്റ്റോക്കുകൾക്ക് വിലകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വരുന്നു. ഓരോ മേഖലയും എടുത്തു പരിശോധിച്ചാൽ അവിടെയെല്ലാം യുദ്ധം നമ്മളെ ബാധിക്കുന്ന വിവിധങ്ങളായ ഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് നമ്മെ ഇത് ബാധിക്കുക എന്ന് വളരെ കൃത്യമായി ഇന്ന് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിൽ നിന്ന് കാണാൻ കഴിയും. നമ്മൾ വളരെ അത്യാവശ്യം വന്നാൽ ഭക്ഷണം വാങ്ങാൻ ഇറങ്ങിത്തിരിക്കുന്ന ടൗണുകളിലെ പല ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ യാത്രക്കാരുൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ഇടങ്ങളെല്ലാം നമ്മൾ പാതിരാവുകളിലും മറ്റും കുടുംബങ്ങളോടൊപ്പം ചെലവഴിച്ചിരുന്ന ഹോട്ടൽ മുറികൾ പലതും ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. പാചകവാതക പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അടുക്കളകളും നമ്മുടെ ഭക്ഷണങ്ങളും നമ്മുടെ വിഭവങ്ങളും എല്ലാം വളരെയേറെ അപകടകരമായ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന ഒരു സാഹചര്യം. അവിടെ നമുക്ക് ചില വിവേകങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമത്തെ വിവേകം, ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇന്റർനെറ്റുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ട്. പരസ്പരം തമ്മിലടിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മേലെ വെച്ചുകൊണ്ട് ആ മതത്തിന്റെ ആളുകളല്ലേ തമ്മിലടിക്കുന്നത്, അവർ പരസ്പരം പോരടിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്ത് LPG ക്ഷാമമുള്ളത് രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല. ഈ രാജ്യത്ത് പെട്രോളിന് വില കൂടിയാൽ അതിന്റെ ഭാവിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമല്ല. ഏതെങ്കിലും രാജ്യത്ത് തമ്മിലടിക്കുന്ന ആളുകളുടെ മതവിഭാഗത്തിന് മാത്രമല്ല ഇവിടെ ആനുകൂല്യങ്ങൾ ഇല്ലാതെയാകുന്നത്, ഇവിടെ അടുക്കളകൾ പുകയാതെയാകുന്നത്, റെസ്റ്റോറന്റുകൾ അടഞ്ഞുകിടക്കുന്നത്, തെരുവോരങ്ങളിലെ സാധ്യതകൾ ഇല്ലാതെയാകുന്നത്. നമ്മളെല്ലാവരും അത് ഒന്നിച്ച് അനുഭവിക്കേണ്ടവരാണ്. അപ്പോൾ എവിടെ ഏതു മനുഷ്യരുടെ ഇടയിൽ സംഘർഷം ഉടലെടുത്താലും മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം, അത് മുസ്ലിമാകട്ടെ ഹിന്ദുവാകട്ടെ ആരോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നിരന്തരമായി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്വം പ്രാർത്ഥനയാണ്. ജനങ്ങളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാകാൻ, സമാധാനങ്ങൾ ഉണ്ടാകാൻ, സ്നേഹങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥന നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ട സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പലരും രണ്ട് കക്ഷികളായി ചേരികളായി തിരിഞ്ഞ് സംവാദങ്ങൾ നടത്തുന്നത് കാണാം. ഒരു ഭാഗത്ത് ഇറാനാണ്. ഇറാന്റെ ഭാഗത്തേക്ക് യുദ്ധവുമായി വന്നിട്ടുള്ളത് അമേരിക്കയാണ്. ആ യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുവന്നത് ശരിക്കും ഇസ്രയേലിന്റെ താല്പര്യമാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറാനെ ആക്രമിക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ പശ്ചിമേഷ്യയുടെ ആധിപത്യം തങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണമെന്നും അതിന് ചുറ്റുപാടും തങ്ങൾക്കുണ്ടാകുന്ന ഏത് ഭീഷണികളാണെങ്കിലും അതിനെ എന്ത് നെറികെട്ട കളി കളിച്ചും ഇല്ലാതെയാക്കണമെന്നും ആലോചിക്കുന്ന ജൂതരാഷ്ട്രത്തിന്റെ കളികളിലേക്ക് അമേരിക്ക വന്നു ചേരുകയാണ്. പണ്ടും ചരിത്രം അങ്ങനെ തന്നെയായിരുന്നല്ലോ. നീതിയും ന്യായവും എല്ലാം നിഷേധിക്കപ്പെട്ടിട്ടാണ് പല രാജ്യങ്ങളിലേക്കും അവർ കുടിയേറിയിട്ടുള്ളത്. അങ്ങനെ ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊന്നുകളയുകയും ആ രാജ്യത്തെ ഭരണമാറ്റമെന്ന മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെയുള്ള സ്ത്രീകൾക്ക് ഏതോ മതവിലക്കുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിക്കുമെന്ന് പറയാൻ വേണ്ടി, മോചിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തേക്ക് വന്നവർ ആദ്യം ചെയ്തത് അവിടുത്തെ സ്കൂളിന് നേരെ ബോംബിടുകയാണ്. 150ഓളം വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പെൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാലയത്തിന് നേരെ ബോംബ് വർഷിച്ചുകൊണ്ടാണത്രേ ഇറാനിലെ പാവങ്ങളായ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുവന്ന് അക്രമമഴിച്ചുവിട്ട ഇസ്രയേൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലൊക്കെ ഉയർന്നു കേട്ട മുദ്രാവാക്യം അങ്ങനെയായിരുന്നല്ലോ. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലെ പെണ്ണുങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ആ രാജ്യത്തേക്ക് കടന്നു കയറിയപ്പോ ആദ്യമില്ലായ്മ ചെയ്തത് കുരുന്നുകളായി ബാഗുമിട്ട് സ്കൂളിൽ പോയി അക്ഷരം പഠിച്ചുകൊണ്ടിരുന്ന പിഞ്ചോമന പെൺമക്കളെയാണ് എന്നുള്ളത് നാം എല്ലാവരും വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വായിക്കുന്നതാണ്. അതൊക്കെ വെറുതെയാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പേരിൽ, പലതരത്തിലുമുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന പേരിൽ അവരിക്കാലം അത്രയും എവിടെയെല്ലാം അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടോ, നീതിരഹിതമായ അക്രമങ്ങൾക്ക്, നീതിയില്ലാത്ത അക്രമങ്ങൾക്ക് കുടപിടിക്കാനുള്ള, മൂടുപടമിടാനുള്ള മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നു അതെല്ലാമെന്ന് ഇന്നലകളുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്, പഠിപ്പിച്ചു തരുകയാണ്. ഇസ്രയേൽ ഇറാനിലേക്ക് അക്രമം അഴിച്ചുവിടുന്നു, അതുപോലെ തന്നെ അമേരിക്ക അക്രമം അഴിച്ചുവിടുന്നു. അതിന്റെ ഭാവിയോ വർത്തമാനങ്ങളോ എന്തു തന്നെയാകട്ടെ, അവിടെ പല ആളുകളും രണ്ടു ചേരികളായി തിരിഞ്ഞ സംവാദങ്ങൾ നടത്തുന്നത് കാണാം. അവിടെ പല ആളുകളും പലപ്പോഴും അറബ് രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് കാണാം. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. ഒരുപാട് കാലത്തെ പ്രശ്നങ്ങളും ചരിത്രവും വർത്തമാനവുമെല്ലാം അതിൽ കൂട്ടിവെച്ച് ചേർത്തു വായിക്കാനുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടു പക്ഷത്തും ചേരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, നമ്മുടെ നാട്ടിലെ പള്ളികൾ, മദ്രസകൾ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്കാരോടാണ് കടപ്പാടുകൾ അധികമുള്ളത്? നമ്മുടെ നാട്ടിൽ നിന്ന് വിവിധങ്ങളായ അറബ് രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളില്ലേ? നമ്മുടെ നാട് എന്തുകൊണ്ടാണ് വളർന്നത്? ഇവിടെ ഭരിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേന്മയോ ഗുണമോ കൊണ്ടല്ല കേരളത്തിൽ ഒരു വികസനവും വന്നിട്ടുള്ളത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങൾ ഇതേ പാർട്ടികൾ ഭരിക്കുന്നില്ലേ? അവിടെ എന്തുകൊണ്ട് വികസനം ഉണ്ടായിട്ടില്ല? അവിടെ എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല? അവിടെ എന്തുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടില്ല? അവിടെയാണ് ഉത്തരം നമുക്കുള്ളത്. നമ്മുടെ നാട് വികസിച്ചത്, നമ്മുടെ നാട് വളർന്നത് പ്രവാസം അനുഭവിച്ച മനുഷ്യരുടെ വിയർപ്പിന്റെ ഫലമാണ്. പ്രവാസികളായ മനുഷ്യരുടെ ജാതിമത ഭേദമന്യേ വിവിധ രാജ്യങ്ങളിലേക്ക് അന്നം തേടി ജോലി തേടിപ്പോയ മനുഷ്യർ അവരുണ്ടാക്കിയ വിയർപ്പിന്റെ ബാക്കിയാണ് നമ്മുടെ നാടിന്റെ വികാസവും വികസനവും വളർച്ചയുമെല്ലാം എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ആ രാജ്യങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖത്തർ എയർവേസിന്റെ മാത്രം കഴിഞ്ഞ കുറച്ചു ദിവസത്തെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ രാജ്യത്തു നിന്ന് മാത്രം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയ മനുഷ്യരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. വിവിധ അറബ് രാജ്യങ്ങളിലെ ജോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് ആളുകൾ തിരിച്ചെത്തിയാൽ ഇവിടെ തൊഴിലില്ലായ്മകൾ രൂക്ഷമാകും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് കടന്നുപോകും. എന്നു മാത്രമല്ല, ഇനിയും ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ ബാക്കിയുണ്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച മനുഷ്യരുണ്ട്. അവരെ മറന്നുകൊണ്ട്, പ്രവാസികളായ അവർക്ക് അന്നവും ജോലിയും നൽകുന്ന രാഷ്ട്രങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ നാട് പ്രളയത്തിലായപ്പോ സഹായഹസ്തം നീട്ടിയ അറബ് ഭരണാധികാരികളുണ്ട്. അവരുടെ ഇപ്പോഴുള്ള നിലപാടുകൾക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇരുന്ന് വിലയിരുത്താൻ മാത്രമുള്ളതല്ല എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നാം ആരുടെയും പക്ഷത്തല്ല, നാം നമ്മുടെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അടികൊള്ളുന്നതും അടി കിട്ടുന്നതും ഒരേ സമൂഹത്തിന് തന്നെയാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് ഇറാന് അറബ് രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വരുന്നത്? അമേരിക്കയിലേക്ക് പോയി ആക്രമിക്കാൻ കഴിയുകയില്ല. അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ളത്, അതുപോലെ അവരുടെ രാജ്യത്തിന് നേരെയുള്ള നീക്കങ്ങൾ നടക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ടാണ്. അതിനെതിരെയുള്ള ആക്രമങ്ങൾ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും അറബ് രാജ്യങ്ങളിലാണ്. ഏത് രാജ്യവും യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ കുറെ വർഷങ്ങൾ പിന്നോട്ട് പോകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അറബ് രാജ്യങ്ങളുടെ വളർച്ച തടയാനുള്ള നീക്കമാണിത്. അതുപോലെ മുസ്ലിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി നിർത്തി പരസ്പരം പോരടിപ്പിച്ച് അവരുടെ രക്തവും അവരുടെ മാംസവും അവരുടെ പെട്രോൾ ഡോളറുകളും അവരുടെ ഊർജവും അവരുടെ അന്നവും ഒക്കെ നശിപ്പിച്ചു കളയാനുള്ള ഗൂഢാലോചനകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെങ്ങനെ ഹറമിന്റെ നാടിനു വേണ്ടി ദുആ ഇരിക്കാതിരിക്കാൻ പറ്റും? നമുക്കെങ്ങനെ മദീനയും മക്കയും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമികൾ നിലകൊള്ളുന്ന രാജ്യം അത് നശിക്കണമെന്നെങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും? നമുക്കെങ്ങനെ ആ നാട് നശിക്കണമെന്ന് വിചാരിക്കാൻ പറ്റും? നമുക്ക് കടപ്പാടുകളേറെയാണ്. വാണിജ്യപരമായ
ഭൗതികപരമായി നമുക്ക് ഇറാനോട് കടപ്പാടുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറബ് രാജ്യങ്ങളോട് കടപ്പാടുണ്ട്. നമ്മുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകളെല്ലാം നിലനിർത്തി ഒന്നായി തീരണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്. പരസ്പരം ചേരിതിരിഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ അഭിപ്രായം പറയുന്നതിനപ്പുറം, നമ്മൾ വികാരപരമായി ചിന്തിക്കുന്നതിനപ്പുറം വിചാരപരമായി ആലോചിച്ചു തുടങ്ങുക. ഇതിന്റെ എല്ലാം ഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ഉമ്മത്താണല്ലോ. ആ ഉമ്മത്തിന്റെ ഐക്യത്തിനു വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി, അവരുടെ നിലനിൽപ്പിനു വേണ്ടി, ഭാവിക്കു വേണ്ടി ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ കാവലും സഹായവും നമുക്കെപ്പോഴും ഉണ്ടാകണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു മഹല്ലിലുള്ള ആളുകൾ മുഴുവൻ അവരുടെ ജോലി നിർത്തി നാട്ടിലേക്ക് വന്നാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത മേഖലകളിലാണ് പ്രതിസന്ധികളുള്ളത്. ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കാര്യമല്ല. അതിലൂടെയാണ് അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള 20% വരുന്ന ക്രൂഡ് ഓയിലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ആഗോള എണ്ണ വിപണനത്തിനാവശ്യമായിട്ടുള്ള ഏകദേശം 20% വരുന്നതും കടന്നുപോകുന്നതും ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതടച്ചു കളഞ്ഞാലുള്ള പ്രതിസന്ധി വലുതാണ്. അതുപോലെ അവിടെ വീണ്ടും നമുക്ക് പറയാനുണ്ട്, നമ്മളൊക്കെ എല്ലാവരും ഇന്റർനെറ്റുകൾ ഉപയോഗിക്കുന്നവരാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ പഠനം മുതൽ വലിയ ആളുകൾ വരെ ഇന്ന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഈ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾക്ക് ആവശ്യമായ കേബിളുകൾ കടന്നു പോകുന്നത് ഹോർമുസ് കടലിന്റെ താഴത്തുകൂടിയാണ്. ആ കടലിടുക്കിന്റെ താഴത്തുകൂടി കേബിളുകളിൽ, കടലിന്റെ താഴെയുള്ള കേബിളുകളിലൂടെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഒരേ സമയം നമ്മുടെ ഇടപാടുകൾ, ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് UPI പേയ്മെന്റുകളാണല്ലോ. ഫോൺ കാണിച്ചുകൊണ്ട്, സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെന്റുകൾ നടത്തുകയാണ്. ഒരേ സമയം ഇന്റർനെറ്റ് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു പോയാൽ, ആ ഫൈബർ ശൃംഖലകൾ, കേബിൾ ശൃംഖലകൾ തകർന്നു പോയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകളിൽ പിന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളുടെ സംവിധാനങ്ങൾ അവിടെ അവസാനിച്ചു പോകും. അപ്പോൾ നമ്മൾ കാണുന്നത് വെറും ഒരു കളിയല്ല, ഏതെങ്കിലും TV സ്ക്രീനുകളിൽ ആവേശത്തോടെ വിളിച്ചു പറയാനുള്ള വർത്തമാനമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കാവുന്ന വലിയ ഒരു പ്രശ്നത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ അള്ളാഹുവിനോട് കാര്യമായി ദുആരക്കണം. അത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടണം. കാരണം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലേക്ക് ഇതെല്ലാം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ലോകത്തെ ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന യുദ്ധം നമ്മുടെ ജീവിതത്തെ തന്നെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാലോ, കലാപങ്ങൾ ഉണ്ടായാലോ, പലരും വളരെ ആവേശത്തോടുകൂടി പറയാറുണ്ട്, അയൽ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇന്റർനെറ്റുകളിൽ ഇരുന്ന് പ്രബന്ധങ്ങൾ എഴുതി വിടുന്ന ആളുകളുണ്ട്, അടിക്കൂ, തകർക്കൂ എന്നൊക്കെ പറഞ്ഞുകൂട്ടുന്ന ആളുകളുണ്ട്. അവിടെയാണ് വീണ്ടും നാം മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്നത് ഒരു കളിയല്ല, ഒരു ഗെയിമല്ല, ഒരു വീഡിയോ ഗെയിമല്ല. മൊബൈൽ ഫോണുകളിൽ PUBG കളിക്കുന്ന, മിനി മിലിഷ്യ കളിക്കുന്ന, ലാഘവത്തോടെ കാണാനുള്ളതല്ല. ഇത് മനുഷ്യന്റെ ജീവനും അവന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന പോരാട്ടമാണ്. ഇതിൽ വീഴുന്നതൊക്കെയും മനുഷ്യരാണ്. ഏതോ രാജ്യത്ത് നടക്കുന്ന യുദ്ധം നമ്മളെ ഉലച്ചു കളയുന്നെങ്കിൽ, നമ്മുടെ രാജ്യം അത്തരം ഒരവസ്ഥയിൽ പെട്ടുപോയാൽ നമ്മുടെ ജീവിതം എങ്ങനെയാകുമെന്ന ചിന്ത വേണം. നമ്മുടെ രാജ്യത്തെ കലാപങ്ങളിൽ നിന്ന്, വർഗീയതകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എപ്പോഴും സലാമത്താകാൻ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നത്തിലും പെടരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മുടെ രാജ്യങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾക്ക് അള്ളാഹു അമ്ന് നൽകുമാറാകട്ടെ. അള്ളാഹു ഗൾഫ് നാടുകൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹറമിന്റെ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റുള്ള സഹോദരങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇറാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു ഇസ്സത്ത് നൽകുമാറാകട്ടെ. സമാധാനം അള്ളാഹു പുനർസ്ഥാപിച്ചു നൽകുമാറാകട്ടെ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെ വേണം. അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്,
പ്രയാസങ്ങളുടെ അടുക്കലെത്തുമ്പോൾ, പ്രതിസന്ധികളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുന്നതിലൂടെ പ്രയാസങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അതുപോലെ ദുആഉൽ കർബ് നിങ്ങൾ അധികരിപ്പിക്കണം. സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി കാണാം. മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർബുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചൊല്ലിയ ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന ദുആ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മൊബൈലിലൊക്കെ അടിച്ചാൽ കാണാം. ദുആഉൽ കർബ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചൊല്ലാനുള്ള ദുആയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ച ദുആയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെ അല്ലാഹു നമ്മുടെ മുന്നിൽ തുറന്നിട്ട് ആത്മീയ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി ധാരാളമായി ദുആ ചെയ്യുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, വിജയം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.